ശരിക്കും നീ എന്താ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാർഗു? അല്ല, വീട്ടിലാണെങ്കിൽ ചേട്ടൻ്റെയും ചേച്ചൻ്റെയും പേരിൽ ഹോമം നടത്തുന്നു. ഇവിടെയാണെങ്കിൽ റാമിനെ പാരീസിലേക്ക് അയക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. ശരിക്കും എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? മറ്റെന്താവാനാ? വിൽ. ആ വില്ലിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അന്ന് നീ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ നാളെ ആ ലോയറിനെ പൂജയ്ക്ക് വിളിച്ചിട്ടുണ്ട്. സീതയെ ഈ വീട്ടിലെ മരുമകളെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം റാം അവരോട് എന്തായാലും ചോദിക്കുമല്ലോ എന്താ വില്ലിലുള്ളതെന്ന്. അപ്പൊ ആ ലോയർ തുറന്ന് പറഞ്ഞല്ലേ പറ്റൂ. വില്ലിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അറിഞ്ഞതിന് ശേഷം റാം പാരീസിലേക്ക് പറന്നു പോവും. ആ ആ ആ പ്ലാനൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോ രാമൻ പാരീസിലേക്ക് പറന്നു പോകുന്നു അല്ലേ? ശരി ഭാർഗു, പക്ഷേ ഒരു സംശയം. അല്ല, ഈ റാം എന്തിനാ പാരീസിലേക്ക് പോകുന്നേ? വിശ്വ, നിന്നോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കാനാവില്ല. റാം ഇവിടെ തന്നെ നിന്നു കഴിഞ്ഞാ പിന്നെ എന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് അവൻ ജോളിയായിട്ട് പാരീസ് കറങ്ങി വരട്ടെ. എന്നിട്ട് അവൻ തിരിച്ചു വന്ന് നോക്കുമ്പോ ഇവിടുത്തെ അവന്റെ പ്രപഞ്ചം തന്നെ മാറിയിട്ടുണ്ടാവും. എന്നുവെച്ചാ? അതായത് അപൂർവമായൊരു മാനിനെ കണ്ടപ്പോ ആ മാനിനെ എനിക്ക് കൊണ്ടുത്തരുമെന്ന് ചോദിച്ചു സീത. രാമൻ ആ മാനിനെ പിടിക്കാൻ അതിന്റെ പുറകെ പോയി. അപ്പോഴാണ് രാവണൻ ആ സീതയെ തട്ടിക്കൊണ്ടുപോയത്. ഭാർഗവിയുടെ രചനയിൽ പിറക്കുന്ന ഈ രാമായണത്തില് മാനിനെ സീത ചോദിച്ചില്ലെങ്കിൽ പോലും ചാന്ദിനി എന്ന പേടമാനിന്റെ പുറകെ പോയിരിക്കും രാമൻ. അന്നേരം ഭാർഗവി എന്ന ഈ രാവണൻ അവളുടെ ജോലികൾ ആരംഭിച്ചു തുടങ്ങും. എനിക്കൊന്നും മനസ്സിലായില്ല ഭാർഗവ്. നോക്ക്, നീ എന്തു വേണമെങ്കിലും ചെയ്തോ, എന്തു വേണമെങ്കിലും. പക്ഷേ ഇതെന്റെ ഒരു അപേക്ഷയാണ്. സീതയും രാമനും തമ്മിൽ നല്ല പൊരുത്തമാണ്. ആ ബന്ധം നീ ഇല്ലാതാക്കരുത് ഭാർഗവ്. ബന്ധം? നമ്മുടെ ഈ ബന്ധത്തെക്കുറിച്ച് നിനക്ക് എന്താ തോന്നുന്നത് വിശ്വ? We are not matched at all. പക്ഷെ ഇതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നില്ലേ? പ്രണയിക്കുന്നവരെല്ലാവരും പരസ്പരം കല്യാണം കഴിക്കുമായിരുന്നെങ്കിൽ ഈ ജന്മത്തിൽ എന്റെയും നിന്റെയും കല്യാണം നടക്കുമായിരുന്നില്ല. നീ വന്ന് എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നില്ല. ഹലോ. ഹലോ സാർ, ഞാനാ. പറയൂ ചരൺ. സാർ, ഒരുപാടൊന്നും അങ്ങനെ സംസാരിക്കാനില്ല സാർ. ഭാർഗവി മാഡം എൻ്റെ മേലൊരു കണ്ണ് വെക്കാൻ വേണ്ടി ആ ആർപ്പിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്. എന്താ? എനിക്കും അങ്ങോട്ട് ഒന്നും ശരിക്കും മനസ്സിലാവുന്നില്ല. റാം സാറിനെ ഇവിടുന്ന് ഫോറിനിലേക്ക് അയക്കാനുള്ള എന്തോ ഒരു പ്ലാൻ നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും അവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റാം സാർ ഇവിടുന്ന് പോയാൽ പിന്നെ ആ രാവണൻ സീതാ മേഡത്തിനെ കല്യാണം കഴിക്കുവോ? മേഡം അങ്ങനെ തന്നെയാ. സീതയുടെ ആദ്യത്തെ ഭർത്താവ് ആരാ, എങ്ങനെയാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. ഞാൻ അയാളെ ഇതുവരെ കണ്ടിട്ടില്ല എന്നാ ഞാൻ മാഡത്തിനോട് പറഞ്ഞത്. അവർ രണ്ടുപേരും സമാധാനത്തോടെ ഇരിക്കാൻ ഇവര് സമ്മതിക്കില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വിളിച്ചത്. നിങ്ങൾ അവരെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ പ്ലീസ് സാർ. റാം സാറിൻ്റെ ജീവൻ ഇപ്പം നിങ്ങളുടെ കയ്യിലാണ് സാർ. ഹലോ ഹലോ.
ഇവനിതെന്തായി പറയുന്നേ? ഇതൊക്കെ സത്യമാണോ? നെക്സ്റ്റ് ടൈം ഇവനെന്നെ വിളിക്കുമ്പോൾ കോൾ റെക്കോർഡ് ചെയ്ത് റാമിനെ കേൾപ്പിക്കണം. മേമ റാമിനെ ഫോറിനിലേക്ക് അയക്കാനുള്ള പരിപാടിയാണ്. രാം സാറേ, രാം സാറേ, രാം സാറേ, ഇന്നലെ ഞാനിവിടെ നിൽക്കുമെന്ന് ചോദിച്ചിട്ട് ഞാനിവിടെ നിൽക്കാത്തോണ്ട് അതിന്റെ ദേഷ്യത്തിലായിരിക്കും ഇനി. ഇന്ന് സുപ്രഭാതം പറഞ്ഞ് ദൈവത്തിന്റെ ഫോട്ടോ അയക്കുന്നതാ. എന്നിട്ട് ഇതുവരെ ഒരു മെസ്സേജോ കോളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടും കോള് പിക്ക് ചെയ്യുന്നില്ല. ഇനി എന്നോട് ദേഷ്യമുള്ളതുകൊണ്ടാവോ? ഓഹോ, എന്താ ബോസ് ഈ സമയത്ത് വിളിച്ചതെന്താ? കല്യാണം കഴിഞ്ഞപ്പോ എന്നെ മറന്നു എന്ന് ഞാൻ വിചാരിച്ചേ. എനിക്ക് എന്തായാലും നിന്നെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ. നീ എന്നെ മറന്നു കളഞ്ഞത്. ഞാൻ നിന്നെ ഒന്ന് അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു. അപ്പോഴാണ് നീ ഇങ്ങോട്ട് വിളിച്ചത്. എന്താ പറയടാ? എടാ, ഞാൻ നിന്നെ വിളിച്ചത് എന്തിനാണെന്നറിയോ? ഒരു മിനിറ്റ് നിന്നേ, ഞാൻ പറഞ്ഞൊന്ന് കേട്ടെ. മുത്തശ്ശനാണെങ്കിൽ നിന്നോടിപ്പോ നല്ല ദേഷ്യത്തിലുള്ളത് കേട്ടോ. സൂര്യോ? എന്നോടോ? എന്തിന്? പിന്നല്ലാതെ, ഡെയിലി വീട്ടിലേക്ക് വന്നോണ്ടിരുന്ന ആള് കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. അതും പറഞ്ഞ് മുത്തശ്ശൻ ഇവിടെ നല്ല ദേഷ്യത്തിൽ നിൽക്കുക കേട്ടോ. ഞാനങ്ങോട്ട് വരാം. എടാ, അതെ, ഞാൻ അങ്ങോട്ട് വിളിച്ചത് എന്തിനാണെന്നറിയോ? കാര്യം എന്താന്ന് ഞാൻ പറയാം, നീ ആദ്യം ഒന്ന് കേക്ക്. നാളെ സകുടുംബം എല്ലാവരും വീട്ടിലേക്ക് വാ. മേമ എന്തോ സ്പെഷ്യൽ ഹോമൊക്കെ നടത്താൻ പോവാ. ഓ ശരി, വന്നോളാം. എടാ, നിന്റെ ഏതെങ്കിലും ബിസിനസ് ടൂർ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ? ബിസിനസ് ടൂറോ? അശോക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അറിയാതിരിക്കോ? ഇൻഫാക്ട് ഞാൻ നിന്നോടല്ല ചോദിക്കേണ്ടത് എനിക്ക് എന്തെങ്കിലും ബിസിനസ് ട്രിപ്പ് ഉണ്ടോന്ന്. ഉണ്ടെങ്കിൽ എല്ലാം ക്യാൻസൽ ചെയ്തേക്ക്. ഈ അടുത്ത് എൻ്റെ സീതയുടെ കല്യാണമാണ്, നീ ഉണ്ടാവണം. സോ ക്യാൻസൽ ഓൾ മൈ ബിസിനസ് ട്രിപ്സ്, അതുവരെയുള്ളത്. ഓക്കെ. സോ ടൂറൊന്നും ഇല്ലല്ലോ അല്ലേ? നിനക്കിത് എന്താടാ, എന്ത് പറ്റി? നീ എന്താ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത്? ഈ ഓക്കെ? യാ ഓക്കെ ഓക്കെ. അല്ല, ഇവൻ പോലും അറിയാതെ എങ്ങനെയാ അവർ ട്രിപ്പ് പ്ലാൻ ചെയ്ത്? ഈ ചരൺ പറയുന്നതൊക്കെ വിശ്വസിക്കണോ വേണ്ടയോ? ചരൺ സോറി പറഞ്ഞു വന്നു എന്ന് അവനോട് പറഞ്ഞാൽ അവൻ എന്നോട് ദേഷ്യം കാണിക്കും. അതുകൊണ്ട് ഇത് പറയാനും വയ്യ. ഹലോ. ആടാ, ഇവിടെയുണ്ട്. എടാ, നിന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നീ ഓവർത്തിങ് ചെയ്ത് വഷളാക്കാൻ നിൽക്കണ്ട. ഓക്കെ? നാളെ മറക്കാതെ എല്ലാവരും വീട്ടിലേക്ക് വാ. ഓക്കേടാ. ഓക്കേടാ, ബൈ ബൈ. നീ പറയുന്നത് പോലെ സമാധാനത്തിലിരിക്കാൻ കഴിയില്ലടാ. നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ല. പക്ഷേ നീ പോലും അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് സാക്ഷികളോ തെളിവുകളോ ഒരു ക്ലാരിറ്റി പോലും ഇല്ലാതെ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പോലും കഴിയില്ല. നീ ഇത് കേട്ടോ മോളെ? ശ്രീരാം ദേശായി എന്നെ നേരിട്ട് വിളിച്ച് നാളെ വീട്ടിൽ ഹോമമുണ്ട്, നിങ്ങൾ എന്തായാലും വരണമെന്ന് പറഞ്ഞേക്കുവാ. നമ്മളിപ്പോ ദേശായി കുടുംബത്തിലെ ബന്ധുക്കളാ, മനസ്സിലായോ? ഇനി നീ അങ്ങോട്ട് ആ രുദ്രപ്രതാപനെ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. മുത്തശ്ശി, പഞ്ചസാര കുറവാണല്ലോ. അയ്യോ, ആ പ്രതാപിനോടുള്ള പേടിയൊക്കെ പോയിട്ട് കാലം കുറയായി. അല്ല മുത്തശ്ശി, നിങ്ങൾ
തന്നെ പറ. സീതയുടെ ഭർത്താവിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞ ഞങ്ങൾ എവിടെ നിർത്ത് കൊടുക്കാനാ? ആ മനുഷ്യൻ ആരാന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഇല്ലാത്തൊരാളുടെ ഡീറ്റെയിൽസ് ഞാൻ എവിടെ നിർത്ത് കൊടുക്കാനാന്ന് പറ. അതാരാണെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയാവോ? അല്ല മോളെ സുലോചന, ആ ദുഷ്ടനോട് നിങ്ങൾ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. എന്നാലും പക്ഷേ നാളെ രാമന്റെ വീട്ടുകാര് സീതയുടെ ഭർത്താവ് ആരായിരുന്നു എന്ന് ചോദിച്ചാ നിങ്ങൾ എന്ത് മറുപടി പറയും? സീതയുടെ ഭർത്താവ് ആരാണെന്ന് അറിയില്ല എന്ന് പറയോ? അതവര് വിശ്വസിക്കുവോ? സീത ഞങ്ങൾക്ക് അച്ഛന്റെ അമ്മയുടെ സ്ഥാനം തന്നിട്ടുണ്ട്, സത്യ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അയൽവാസികളാ. നിങ്ങൾ ശരിക്കും ചേട്ടനും ചേച്ചിയാ. അവരെന്തെങ്കിലും ചോദ്യം ചോദിച്ചാ നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടി വരും. അപ്പോ ശ്രദ്ധിച്ച് ആലോചിച്ചുത്തരം കൊടുക്കണം. അല്ലാതെ ഒന്ന് പറഞ്ഞ് മറ്റൊരു പ്രശ്നം ആവരുത്. ഇപ്പൊ നമ്മളെ തേടി വന്ന ഈ നല്ലൊരാലോചന ഇല്ലാതെ ആവരുത്. അയ്യോ, ഞാനും ആ സീതയോട് ഇത് തന്നെയാ പറയാറ്. പക്ഷെ അവള് വകവെക്കുന്നില്ല. ഞാൻ എന്തോ ചെയ്യാനാ? അയ്യോ നോക്ക്, അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. വലിയ വലിയ വീടുകളില് ഇതുപോലുള്ള പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകുന്നത് സർവ്വസാധാരണയല്ലേ. അതുമാത്രമല്ല, അവര് ഇത് കല്യാണം വരെ എത്തിച്ച സ്ഥിതിക്ക് സീതയുടെ പഴയ കഥകളൊന്നും അവരത്ര വലിയ കാര്യമായിട്ട് എടുക്കില്ല. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാ, ദേശായി കുടുംബത്തിലെ കൊച്ചുമോന് നമ്മുടെ കുട്ടീനെ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. നമ്മുടെ വിശാല മനസ്സുകൊണ്ട് നമ്മൾ അതിനെ അങ്ങ് അംഗീകരിച്ചു, അത്രേ ഉള്ളൂ. നീ നോക്ക്, നീ നാളെ അവിടെ ചെന്നിട്ട് അതും ഇതും പറഞ്ഞ് അലമ്പാക്കിയേക്കരുത്. അയ്യോ, ഞാനൊന്നും പറയാതെ ഒരു സൈഡിൽ മാറി ഇരുന്നോളാം. നിങ്ങളും അവിടെ തന്നെ ഇരുന്നാ മതി. ഭാർഗവി, ഇന്ന് നമ്മുടെ വാണിയുടെയും ഇന്ദ്രന്റെയും ഓർമ്മയ്ക്ക് ഹോമം നടത്തുകയല്ലേ? ആ അലമാരിക്കകത്തെ വാണി ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളുണ്ട്. അതിലൊരു 2 എണ്ണം കൊണ്ടുപോയി പൂജയ്ക്ക് വയ്ക്കും മോളെ. ശരി അച്ഛാ. ഇത് കണ്ടില്ലേ അച്ഛാ? ഈ ആഭരണങ്ങൾക്ക് അതിന്റെ തിളക്കം പോലും നഷ്ടപ്പെട്ടില്ലേ? വിലമതിക്കാനാവാത്ത ആഭരണങ്ങളായാലും അതിന്റെ തിളക്കമില്ലാതായാൽ വിലയില്ലാത്തതിന് തുല്യം. സത്യം മോളെ, വാണി ഇന്ദ്രനും പോയപ്പോ നമ്മുടെ ജീവിതത്തിന്റെ തിളക്കം പോയില്ലേ? അപ്പോ ആ ആഭരണങ്ങളുടെ കാര്യം പറയണോ? ഇത് ധരിച്ച് ഇതിലെ നടക്കേണ്ടവള് കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ഈ വീട്ടില് ജീവിച്ചിരിക്കുന്ന മരുമകൾക്ക് കിട്ടേണ്ട ആഭരണങ്ങളാ ഇതെന്റെയാ. ആ വാണി ഇത് എന്നിൽ നിന്നും തട്ടിയെടുത്തതാ. ഇപ്പോ വീണ്ടും തട്ടിയെടുക്കാൻ വരുന്നുണ്ട്. സമ്മതിക്കില്ല. ഭാർഗവി, അതിലെ ആ മാലയുണ്ടല്ലോ, അത് നിർബന്ധമായിട്ട് നീ പൂജയ്ക്ക് വെക്കണം. അത് വാണിക്ക് അർഹതപ്പെട്ട ആഭരണം. എൻ്റെ അമ്മ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു, എൻ്റെ ഭാര്യ വാണിക്ക് കൊടുത്തു. ഇനി വാണിയുടെ ആശീർവാദം ഉണ്ടെങ്കിൽ സീതയ്ക്ക് ലഭിക്കും. ആ മാല ഈ കുടുംബത്തിന്റെ അടയാളമാണ്. അത് നമ്മൾ ആർക്കൊക്കെ കൊടുക്കണമെന്ന് എത്രയൊക്കെ വിചാരിച്ചാലും അതിൻ്റെ ഉടമയ്ക്ക് മാത്രമേ ലഭിക്കൂ. എത്ര വിചിത്രമാണല്ലേ? വൈജ്ഞാനികമായി ശരിയല്ലെന്നൊക്കെ തോന്നും, പക്ഷേ ഓർമ്മകളും വിശ്വാസങ്ങളും ചില അടയാളങ്ങളുമൊക്കെ വിജ്ഞാനത്തിനേക്കാൾ എത്ര വലുതാ മോളെ. അതെ അച്ഛാ, എല്ലാത്തിനും സയന്റിഫിക് റീസൺസ് ഉണ്ടെന്നാണ് പറയാറ്. പക്ഷേ നമ്മുടെ തലവരയ്ക്ക്
സയൻസിനൊരു റീസൺ പറയാൻ കഴിയുമോ അച്ഛാ? തലവരല്ല മോളെ, അവരവരുടെ ഭാഗ്യം. സീതയ്ക്ക് ആ ഭാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ ഈ വീട്ടിലെ മരുമകളാവും. കൺഗ്രാചുലേഷൻസ് ഭാർഗു, കൺഗ്രാചുലേഷൻ. അങ്ങനെ അവസാനം എന്റെ അച്ഛൻ ഈ മാല നിന്റെ കയ്യിലങ്ങ് തന്നല്ലോ. ആക്ച്വലി ഒരു കാര്യം അറിയാം ഭാർഗു, വാണിച്ചേച്ചി പോയ ഉടനെ നിനക്കിത് കിട്ടേണ്ടതായിരുന്നു. എന്നാലും ഇത്ര വർഷം കഴിഞ്ഞിട്ടായാലും നിനക്കത് കിട്ടിയില്ലേ ഭാർഗു? വായടയ്ക്ക, എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഇതെന്താ നിന്റെ അച്ഛൻ എനിക്ക് തന്നു എന്ന് കരുതിയോ? അതൊരിക്കലും ഉണ്ടാവില്ല വിശ്വ. ഇത് ജോലിക്കാരുടെ കയ്യിൽ കൊടുത്ത് ദൈവത്തിന്റെ മുമ്പിൽ പൂജയ്ക്ക് വെക്കാൻ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഇവിടുത്തെ ജോലിക്കാരിയായിട്ടുള്ള ഇവിടുത്തെ മൂത്ത മരുമകളുടെ കയ്യിലേക്ക് തന്നത്. നിന്റെ അച്ഛൻ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഈ വീട്ടിലെ മരുമകളായതല്ല വിശ്വ. ഗർഭപാത്രം തൊട്ടേ ഞാൻ ഈ വീട്ടിലെ മരുമകളാ. അതായത് നിന്റെ അച്ഛന്റെ പെങ്ങളുടെ മോള്. ഞാനൊരു കഥ പറയട്ടെ. ഒരു ദിവസം നിന്റെ അമ്മ ഈ മാല ധരിച്ചിരുന്നുവത്രേ. ഞാൻ പോയി അമ്മേ ഈ മാല ഞാൻ ധരിച്ചോട്ടെ എന്ന് ചോദിച്ചു. അതിനവര് പറഞ്ഞതെന്താണെന്നറിയോ വിശ്വ? പോയി എടുത്തോ, ഈ മാല അതെപ്പോഴും നിന്റേതാണെന്ന് പറഞ്ഞു. പറഞ്ഞ് വിശ്വസിപ്പിച്ച് എന്നെ അവര് വെട്ടിയാക്കി കളഞ്ഞു. ഞാൻ നോക്കി നിൽക്കുമ്പോ എന്റെ കൺമുമ്പില് വിശ്വ എനിക്ക് എന്റെ പ്രണയം നഷ്ടമായി. എനിക്കെന്റെ സർവ്വതും നഷ്ടമായി. എന്റെ സ്ഥാനം നഷ്ടമായി. എന്റെ വീട് നഷ്ടപ്പെട്ടു. ഈ മാല, ആ വാണി എല്ലാം തന്നെ നശിപ്പിച്ചു. എന്നിട്ട് എനിക്ക് സ്വന്തമാക്കാൻ കഴിയാത്ത ഈ മാല ഞാൻ എന്റെ കൈകൊണ്ട് ആ സീതയ്ക്ക് കൊടുക്കണോ അത്ര? പറയൂ വിശ്വ, നടക്കുന്നതൊക്കെ ശരിയാണോ? ശരിയാണോന്ന്? എന്താ ഉത്തരവില്ലേ? കാണില്ല. എന്താണെന്നോ നിന്റെ ഞരമ്പിലൂടെ ഓടുന്നത് അയാളുടെ രക്തം തന്നെയല്ലേ? ന്യായമായ കാര്യങ്ങൾ ചോദിക്കുമ്പോ നിങ്ങൾക്ക് ആർക്കും ഒരു ഉത്തരം ഉണ്ടാവില്ല വിശ്വ. എല്ലാവരും ഇങ്ങനെ മൗനം പാലിച്ചിരിക്കും. സാരമില്ല, ഞാൻ ജീവിക്കുന്നത് നിങ്ങൾ ആരെയും വിശ്വസിച്ചല്ല. എന്റെ അവകാശം ഞാൻ തന്നെ നേടിയെടുത്തിരിക്കും. എന്റെ വഴി ഞാനായിട്ട് കണ്ടെത്തും. എനിക്ക് ലഭിക്കേണ്ടതൊക്കെ ഞാൻ തന്നെ നേടിയിരിക്കും. ഈ മാല അതിനെന്തൊക്കെ സംഭവിച്ചാലും ആ സീതയുടെ കയ്യിലേക്ക് എത്തില്ല. ഇതെന്റെയാ, എന്റേത് മാത്രം.
ചേട്ടാ, ചേച്ചി, നിങ്ങൾ മരിച്ച ദിവസം തന്നെ ഞാനും മരിച്ചതാ. സങ്കടം സഹിക്കാനാകാതെ കുടിച്ചു തുടങ്ങിയത്. ആരോടും കൂട്ടുകൂടാതെ അന്ന് മുതലേ കള്ളുകൂടി ഞാൻ ശീലമാക്കിയത്. എല്ലാവരുടെയും കൂടെ കളിയും ചിരിയുമായിട്ട് നിൽക്കേണ്ട നിങ്ങളെ, രാമന്റെ വിജയം കണ്ട് അവന്റെ കല്യാണത്തിന് ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ട നിങ്ങളെ 20 വർഷം മുമ്പ് അവസാനിപ്പിച്ച് കളഞ്ഞല്ലോ ആ രാക്ഷസി ഭാർഗവി. ഇപ്പോ നിങ്ങളുടെ പേര് ഹോമം നടക്കുന്നതിന്റെ ഡ്രാമ നടന്നുകൊണ്ടിരിക്കുക. ഡ്രാമ എന്ത് ചെയ്യാനാ? അവൾ എന്റെ നാവിന് വിലം കിട്ടില്ലേ? ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത അവസ്ഥയിലാക്കി എടുത്തില്ലേ അവള്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞാൽ എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാലോ, രാമൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇത്രയും നാളൊന്നും മിണ്ടാതിരുന്നത്. അഥവാ ഞാൻ എല്ലാം പറഞ്ഞ് കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കളഞ്ഞാലോന്നൊരു പേടി. പക്ഷെ ഇപ്പോ അവള് രാമന്റെ കല്യാണക്കാര്യത്തിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇല്ല, ഇനി ഞാൻ മിണ്ടാതിരുന്ന രാമന്റെ ജീവിതം തന്നെ ഇല്ലാതായി പോവും. ഇല്ല.